നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ മിസൈൽ ശേഷി ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടുവെന്ന വാഷിംഗ്ടണിലെയും ടെൽ-അവീവിലെയും അവകാശവാദങ്ങളെ പാടെ നിരാകരിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ടെഹ്റാനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളാണ് അമേരിക്ക പ്രചരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ശത്രുതാ രാജ്യങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈലുകളൊക്കെ തന്നെ പതിക്കുന്നുണ്ടെന്നും തങ്ങളുടെ പ്രതിരോധവും പ്രത്യാക്രമണവും ഒട്ടും തളർന്നിട്ടില്ലെന്നും അവർ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക വക്താക്കൾ ഉന്നയിക്കുന്ന 90% ആയുധനാശം എന്ന കണക്ക് അത് വെറും പ്രചരണം മാത്രമാണെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. ഇറാന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച മിസൈൽ സിറ്റികൾ അഥവാ ഭൂഗർഭ സൈനിക താവളങ്ങളൊക്കെ തന്നെ തകർക്കാൻ നിലവിലെ ബോംബാക്രമണങ്ങൾ കൊണ്ട് സാധ്യമല്ല. മലനിരകൾക്ക് താഴെ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും സുരക്ഷിതമാണെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലും അവർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ ആയുധശേഖരം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ മേഖലയിലെ യുദ്ധഗതി തന്നെ മാറുമെന്ന ഭീഷണിയാണ് ഇറാൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. യുദ്ധസമയത്ത് ഭരണ നേതൃത്വം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒളിച്ചോടിയെന്ന അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ തകർക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്നും പുറത്തു വന്നത്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാറിജാനി എന്നിവർ സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം തലസ്ഥാന നഗരത്തിലെ തെരുവുകളിലൂടെ ഭയമില്ലാതെ നടന്നു നീങ്ങുന്ന വീഡിയോ ലോക ശ്രദ്ധ നേടുകയുണ്ടായി. ഇത് AI നിർമ്മിത ദൃശ്യങ്ങളല്ലെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയത് അമേരിക്കയുടെ പ്രൊപ്പഗണ്ട യുദ്ധത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല യുദ്ധത്തിനായിട്ട് രാജ്യം സജ്ജമാണെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അബ്ദുൽ മജീം ഹക്കീം ഇലാഹി വ്യക്തമാക്കിയത്. മുൻപ് ഇറാഖുമായി 8 വർഷം നീണ്ട യുദ്ധം ചെയ്ത പരിചയം തങ്ങൾക്കുണ്ടെന്നും സൈനികപരമായിട്ട് തങ്ങൾ ഒട്ടും തളരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട പ്രകാരം കീഴടങ്ങാനോ ആയുധം വെച്ച് ചർച്ചയ്ക്ക് വരാനോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന കർക്കശമായിട്ടുള്ള നിലപാടാണ് ഇറാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ കടുക്കുമെന്നതിൻ്റെ സൂചനയാണ്. ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയും ഈ യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് ഇറാൻ വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ വ്യോമാതിർത്തി അമേരിക്കൻ വിമാനങ്ങൾക്കായിട്ട് തുറന്നു നൽകുന്നതും ഇന്ധനം നിറയ്ക്കാനായിട്ട് സൗകര്യമൊരുക്കുന്നതും യുദ്ധത്തിൽ പക്ഷം ചേരുന്നതിന് തുല്യമാണെന്നാണ് ഇറാൻ്റെ വാദം. UAEയോ സൗദി അറേബ്യയോ പോലെ ഇറക്കുമതിയെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന രാജ്യമല്ല ഇറാൻ എന്നതുകൊണ്ട് തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും ഭക്ഷ്യസുരക്ഷയിലും മറ്റും തങ്ങൾ സ്വയം പര്യാപ്തരാണെന്ന് അവർ അവകാശപ്പെടുകയാണ്. കൃഷിയിലും ആഭ്യന്തര ഉൽപ്പാദനത്തിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് കരുത്താകുന്നുണ്ട്. സൗദി അറേബ്യയിലെ സൈനിക താവളങ്ങളിൽ നിർത്തിയിട്ടിരുന്ന അമേരിക്കയുടെ 5 വൻകിട റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതായിട്ടും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകുന്ന ഇത്തരം വിമാനങ്ങളുടെ നഷ്ടം അത് അമേരിക്കയുടെ വ്യോമാക്രമണ ശേഷിയെ തന്നെ സാരമായിട്ട് ബാധിക്കും. ഇറാഖിലെ അർബലിന് മുകളിൽ വെച്ച് സമാനമായ ഒരു വിമാനം തകർന്നു വീണതായിട്ടും വാർത്തകളുണ്ട്. ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം റഷ്യൻ അനുകൂല മിലിഷ്യകളൊക്കെ തന്നെ ഏറ്റെടുത്തുവെങ്കിലും ഇറാന്റെ പരോക്ഷമായ പങ്കാളിത്തം ഇതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്തുക എന്നത് തന്നെയാണ്. ഇപ്പോൾ അവർ പ്രയോഗിക്കുന്ന കുറഞ്ഞ പ്രകടനശേഷിയുള്ള ഡ്രോണുകളും റോക്കറ്റുകളും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ഇത്തരം ഡ്രോണുകൾ അതിനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ മിസൈലുകൾ വിക്ഷേപിക്കേണ്ടി വരികയാണ്. ഇത്തരത്തിൽ ശത്രുവിൻ്റെ ആയുധശേഖരം തീർന്നു തുടങ്ങുമ്പോൾ തങ്ങളുടെ പക്കലുള്ള ശബ്ദാതിവേഗ മിസൈലുകളും വജ്രായുധങ്ങളും ഒക്കെ തന്നെ പുറത്തെടുക്കാനാണ് ഇറാൻ്റെ പദ്ധതി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ബലം പ്രയോഗിച്ച് തുറക്കാനുള്ള നീക്കങ്ങൾ വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് പോലും കാരണമായി മാറിയേക്കാം. കാരണം കടലിടുക്ക് തടസ്സപ്പെട്ടാൽ എണ്ണക്കപ്പലുകൾ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം നടത്തിയാൽ പേർഷ്യൻ കടലിൽ എണ്ണ പടരുകയും നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന മലിനീകരണത്തിന് പോലും അത് വഴിതെളിക്കുകയും ചെയ്യും. അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലുകളെ തകർക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയെയും പരിസ്ഥിതിയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഹമാസിൻ്റെ നിലപാടുകളിൽ വന്ന മാറ്റമാണ് ഈ യുദ്ധത്തിലെ മറ്റൊരു കൗതുകരമായിട്ടുള്ള വശം. അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് ഹമാസ് ഇറാനോട് അഭ്യർത്ഥിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായിട്ട് ഖത്തറിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് ഹമാസ് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ്റെ പിന്തുണയോടുകൂടി വളർന്ന സംഘടനയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സന്തുലിത നിലപാട് സ്വീകരിക്കാൻ ഹമാസ് നിർബന്ധിതരായിരിക്കുകയാണ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായിട്ട് റഷ്യയുടെയും ചൈനയുടെയും സഹായം തേടിയത് അത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ചെകുത്താനായി അമേരിക്ക കണ്ടിരുന്ന ശക്തികളെ തന്നെ ഒടുവിൽ സഹായത്തിനായിട്ട് വിളിക്കേണ്ടി വരുന്നത് അത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമായി പലരും വിലയിരുത്തുകയാണ്. എന്നാൽ റഷ്യയും ചൈനയും നേരിട്ട യുദ്ധത്തിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. അവർ ഇറാന് നൽകുന്ന സാങ്കേതികവും തന്ത്രപരവുമായിട്ടുള്ള പിന്തുണ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാൻ്റെ സൈനിക ഘടന പരമ്പരാഗത രീതിയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്. വലിയൊരു കരസേനയും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് റിസർവ് സൈനികരും അവർക്കുണ്ടെങ്കിലും യുദ്ധം പ്രധാനമായിട്ടും മിസൈലുകളിലും ഡ്രോണുകളിലുമൊക്കെ തന്നെ അധിഷ്ഠിതമാണ്. ഉപരോധങ്ങൾ കാരണം വ്യോമസേനയും നാവികസേനയും പഴയ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന അമേരിക്കൻ സൈന്യത്തിൻ്റെ വാദം അത് ഭാഗികമായി ശരിയാണെങ്കിലും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ ആ കുറവ് നികത്തുന്നുണ്ട്. ചെറുകിട ഗൺ ബോട്ടുകളും ആത്മഹത്യാ ഡ്രോണുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകളെ നേരിടാനാണ് ഇറാൻ്റെ നാവിക തന്ത്രം. യുദ്ധം പൂർണ്ണമായി ഏകപക്ഷീയമല്ലെന്ന് കഴിഞ്ഞ ആഴ്ചകളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ തോതിൽ സാമ്പത്തിക നഷ്ടവും സൈനിക തകർച്ചയും സംഭവിക്കുന്നുണ്ട്. പാട്രിയറ്റ് സംവിധാനങ്ങൾ റീപ്ലേനിഷിംഗ് ചെയ്യാനായിട്ട് സമയമെടുക്കുമെന്നതിനാൽ തന്നെ ഈ വിടവ് മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ കടുത്ത നിലപാടുകൾ അതിന് തടസ്സമായി മാറുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘർഷം അത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാൻ 2 ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിട്ടുവെന്നത് ആശ്വാസകരമാണെങ്കിൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ എണ്ണവില വർധനയും വിതരണ തടസ്സവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിൽ വന്നിരിക്കുന്ന പാളിച്ചകളെക്കുറിച്ചും ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. മേഖലയിലെ സമാധാനത്തിന് ഇന്ത്യയുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. യുദ്ധവിജയം ഉറപ്പാക്കാൻ ഏത് ശക്തിയുമായും കൂട്ടുകൂടാൻ അമേരിക്ക തയ്യാറാകുന്നത് അവരുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ചൈനീസ് റഷ്യൻ കപ്പലുകൾ അമേരിക്കൻ കപ്പലുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഹോർമുസ് കാവൽ നിൽക്കുമെന്ന് വെറും നടക്കാത്ത സ്വപ്നമായി തന്നെ ഇവിടെ പല നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഇറാൻ്റെ പ്രതിരോധം തകർക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരും. ഇറാൻ്റെ പക്കലുള്ള ഫത്ത മിസൈലുകൾ പോലെയുള്ള മാരകായുധങ്ങൾ പോലും ഇനിയും പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നത് ഈ യുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഇറാൻ്റെ ഓരോ നീക്കവും വെറും വാക്കുകളാണോ അതോ അതിൽ കാമ്പുണ്ടോ എന്നത് അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വൻ ശക്തിയായ അമേരിക്കയെ വിരട്ടാൻ മാത്രം ശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ്റെ പക്കൽ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പശ്ചിമേഷ്യയിലെ യുദ്ധം അന്ത്യമില്ലാതെ നീണ്ടുപോകാൻ കാരണമാകും. ആഗോള വിപണിയും നയതന്ത്ര ലോകവും ശ്വാസമടക്കി പിടിച്ചാണ് ഈ പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത്.